കിട്ടി. ജാമ്പവാൻ പറയുന്നു, മൃത്യു വരാ ലോകനാശം വരുമ്പോഴും കൽപ്പാന്ത കാലത്തുമില്ല മൃതിയെന്ന് കൽപ്പിച്ചതിന് ഇളക്കം വരാ നിർണയം. ഈ ലോകമുള്ളിടത്തോളം കാലം നിനക്ക് മരണമില്ല എന്നുള്ള വരം പോലും നിനക്ക് കിട്ടിയിട്ടില്ലേ, പിന്നെന്താ പോയി ചാടിയാല്? എന്തായാലും മരിക്കില്ല എന്ന് ഉറപ്പല്ലേ? എന്തായാലും വരം കിട്ടിയിട്ടുണ്ട്. ഈ കാലം ഉള്ളിടത്തോളം കാലം ജീവിക്കുമോ? പിന്നെ ഇതിനെ പേടിക്കുന്നത്? ആംനായ സാരമൂർത്തികൾ ചൊല്ലിനാൻ. അങ്ങനെ ദേവന്മാരെല്ലാവരും കൂടെയാണ് ഹനുവിങ്കൽ മുറിവുണ്ടായത് കൊണ്ട് നിന്നെ ഹനുമാൻ എന്ന് പേരിട്ട് വിളിച്ചതുപോലും ദേവന്മാരാണ്. അങ്ങനെയുള്ള ഹനുമാനെ നിനക്കല്ലാതെ വേറെ ആർക്ക് സാധിക്കും? അതിന്റെ കൂടെ ജാമ്പവാൻ പറയുന്നു, നിൻ കയ്യിൽ അല്ലയോ തന്നതു രാഘവൻ അങ്കുലീയം. നോക്കൂ, 4 ദിക്കിലേക്കും ഓരോ ലക്ഷം കുരങ്ങന്മാരെയാണ് സുഗ്രീവൻ പറഞ്ഞു വിട്ടത്. അതിൽ തെക്കോട്ട് പോയ കൂട്ടത്തിലാണ് ഏറ്റവും ശ്രേഷ്ഠരായിട്ടുള്ള, ഏറ്റവും പ്രാഗൽഭ്യമുള്ള ആളുകളെ വിട്ടത്. 1,00,000 കുരങ്ങന്മാരെ പറഞ്ഞു വിട്ട സമയത്ത് ശ്രീരാമസ്വാമി ആ 1,00,000 ആളുകളിൽ നിന്ന് ആഞ്ജനേയനെ മാത്രം വിളിച്ചു. എന്നിട്ട് എന്താ കൊടുത്തത്? അങ്കുലീയം എടുത്തു കൊടുത്തു. ഇവിടെ ജാമ്പവാൻ പറയുന്നു, ഇത്രയും ആളുകൾ ഈ കൂട്ടത്തിനുണ്ടായിട്ടും അല്ലയോ ആഞ്ജനേയ, ശ്രീരാമസ്വാമി തന്റെ അങ്കുലീയം നിനക്കല്ലേ തന്നത്? നിനക്ക് ശ്രീരാമൻ അത് തന്നിട്ടുണ്ട് എങ്കിൽ ശ്രീരാമൻ ഉറപ്പുണ്ട്. എന്ത് സീതാദേവിയുടെ സമീപത്തേക്ക് പോകുവാൻ വേണ്ടിയിട്ട് ആഞ്ജനേയന് പറ്റുമെന്ന് ശ്രീരാമസ്വാമിക്ക് ഉറപ്പുണ്ട്. ജാമ്പവാൻ ഓർമ്മപ്പെടുത്തുകയാണ്, നിൻ കയ്യിൽ അല്ലയോ തന്നത് അങ്കുലീയം. തൽബല വീരവേഗങ്ങൾ വർണ്ണിപ്പതിന് ഈ പ്രപഞ്ചത്തിൽ ആർക്കും സാധിക്കുകയില്ല. നിന്റെ ബലവും വേഗവും വിക്രമവും ഒക്കെ വർണ്ണിക്കുവാൻ ഈ ലോകത്തുനിന്നല്ല, ഈ പ്രപഞ്ചത്തിൽ ആർക്കും തന്നെ സാധിക്കുകയില്ല എന്ന് ആഞ്ജനേയനോട് ഉറപ്പിച്ച് പറഞ്ഞപ്പോൾ രാമായണത്തിൽ പറയുന്നു, ബ്രഹ്മാണ്ഡമാശു കുലുങ്ങുമാറുന്നവൻ സമ്മതാൽ സിംഹനാഥം മുഴക്കി. ഇതൊക്കെ കേട്ടപ്പോ അത്ര നേരം മിണ്ടാതെ ഇരുന്ന ആ മൂലയ്ക്കിരുന്ന ആഞ്ജനേയൻ ഈ ബ്രഹ്മാണ്ഡം മുഴുവൻ കുലുങ്ങുമാർ ഉച്ചത്തിൽ അട്ടഹസിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ തയ്യാറാണ്. നോക്കൂ, സുന്ദരകാണ്ഡത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ആഞ്ജനേയൻ ഇങ്ങനെയാണ് അതിലേക്ക് എത്തിയതെന്ന് നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ സുന്ദരകാണ്ഡം മനസ്സിലാവോ? മിണ്ടാതൊരു മൂലയ്ക്കിരുന്ന ആഞ്ജനേയനോട് നിന്റെ പൂർവ്വചരിത്ര ഭിന്നതാണെന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ താൻ ആരാണെന്നും തന്റെ ദൗത്യം എന്താണെന്നും തിരിച്ചറിഞ്ഞ ആഞ്ജനേയൻ സമ്മോദാൽ സിംഹനാഥം മുഴക്കിക്കൊണ്ട്, ഉച്ചത്തിൽ സമ്മതിച്ചുകൊണ്ട് സിംഹനാഥം മുഴക്കിക്കൊണ്ട് വാമനമൂർത്തിയെ പോലെ വളർന്ന് അവൻ ഭൂമിധരാകാരനായി നിന്നു. വാമനമൂർത്തിയെ പോലെ വളർന്ന് തന്റെ സ്വരൂപം കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ തയ്യാറാണ് സീതാദേവിയെ അന്വേഷിക്കുവാൻ വേണ്ടിയിട്ട്, ഈ സമുദ്രം ചാടിക്കടക്കുവാൻ വേണ്ടിയിട്ട് ഞാൻ തയ്യാറാണ് എന്ന് ആഞ്ജനേയൻ പറയുകയാണ്. ലംഘനം ചെയ്ത സമുദ്രത്തെയും പിന്നെ ലങ്കാപുരത്തെയും ഭസ്മമാക്കി ക്ഷണാൽ. ഈ സമുദ്രം ഞാൻ ലംഘനം ചെയ്ത് അക്കരയ്ക്കെത്തും, എന്നിട്ടോ ലങ്കാപുരത്തെ ഞാൻ ഭസ്മമാക്കും. രാവണനെ കുലത്തോടൊടുക്കി, ആ രാവണന്റെ കുലത്തെ മുഴുവൻ നശിപ്പിച്ചിട്ട് ദേവിയെയും കൊണ്ടുപോരുവൻ ഇപ്പോഴേ, ഞാൻ ദേവി എടുത്ത് കൊണ്ടുവരും എന്ന് പറയുന്നു. അതല്ലെങ്കിൽ മറ്റോപ്ഷൻ പറയുകയാണ്, ദശകണ്ഠനെ ബന്ധിച്ച് മെല്ലവേ വാമകരത്തിലെടുത്ത്, ഈ പറയുന്ന രാവണനെ ബന്ധിച്ചിട്ട് തന്റെ ഇടത്ത് കൈയിൽ എടുത്തിട്ട് വലത് കൈയിൽ കൂടത്രയത്തോട് ലങ്കാപുരത്തെയും, ആ ത്രികൂട പർവ്വതത്തിൽ ഇരിക്കുന്ന ലങ്കാപുരത്തെ വലത് കൈയിലും ഇടത് കൈയിൽ രാവണനെയും എടുത്തുകൊണ്ട് ഞാൻ വന്നിട്ട് രാമാന്തികയെ വെച്ച് കൈ തൊഴുതേടുവാൻ, രാമന്റെ മുമ്പിൽ വെച്ച് ഞാൻ ഇതെല്ലാം സമർപ്പിച്ച്, ഏതെല്ലാം ഇടത്ത് കൈയിൽ കൊണ്ടുവരുന്ന രാവണനെയും വലത്ത് കൈയിൽ കൊണ്ടുവരുന്ന ലങ്കാപുരിയെയും രാവണന്റെ പാദത്തിൽ വെച്ച് ഞാൻ നമസ്കരിക്കും. കാരണം പറയുന്നു, രാമാങ്കുലീയമൻ കയ്യിലുണ്ടാകയാൽ. എന്തുകൊണ്ടാ? എന്റെ മിടുക്കല്ല. അവിടെയാണ് ആഞ്ജനേയൻ നമ്മൾ പഠിക്കേണ്ടത്. ആഞ്ജനേയൻ പറയുന്നു, ഇടത് കരത്തിൽ ഞാൻ രാവണനെ കൊണ്ടുവരും, വലത് കരത്തിൽ ലങ്കാപുരിയെ കൊണ്ടുവരും. ഇത് രണ്ടും കൊണ്ടുവന്ന് ശ്രീരാമന്റെ പാദത്തിൽ ഞാൻ സമർപ്പിക്കും. അതിന്റെ കാരണം രാമാങ്കുലീയം, രാമൻ നൽകിയിരിക്കുന്ന അങ്കുലീയം എവിടെയുണ്ട്? എന്റെ കയ്യിലുണ്ട്. നോക്കൂ, ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഹനുമാൻ സ്വാമി പഠിപ്പിക്കുന്ന 2 മഹത്തരമായ സന്ദേശമുണ്ട്. ഒന്ന്, നമ്മൾ നമ്മുടെ പൂർവ്വചരിത്രം അറിഞ്ഞാലേ നമ്മളാവൂ. ശരിയോ തെറ്റോ? ഇവിടെ ആഞ്ജനേയ സ്വാമി തന്റെ പൂർവ്വചരിത്രം മറന്നു കിടക്കുകയായിരുന്നു. അതിന്റെ കഥകളൊക്കെ ഒരു വർഷം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് പിന്നീട് എപ്പോഴെങ്കിലും പറയാം. എന്തായാലും ഹനുമാൻ സ്വാമി തന്റെ പൂർവ്വചരിത്രം മറന്നു കിടന്ന സമയത്ത് ജാമ്പവാൻ അത് ഓർമ്മിപ്പിച്ചപ്പോൾ യഥാർത്ഥത്തിൽ അവിടെ എന്താ സംഭവിച്ചത്? ഹനുമാൻ സ്വാമി ആയിട്ട് മാറി. ശരിയോ തെറ്റോ?
ശരിയോ തെറ്റോ? ആ സമയത്ത് ഹനുമാൻ സ്വാമിയുടെ പൂർവ്വചരിത്രം ഓർക്കാനിടയായിട്ടില്ലായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു രാമായണത്തിന്റെ അവസ്ഥ ആലോചിച്ച് നോക്കൂ. എങ്ങനെയാ സീതാദേവിയെ കണ്ടുപിടിക്കുക? എങ്ങനെയാ ഈ കഥകൾ മുന്നോട്ട് പോവുക? അവിടെയാണ് ഹനുമാൻ സ്വാമി ജാമ്പവാന്റെ നിർദ്ദേശമനുസരിച്ച് തന്റെ പൂർവ്വ സ്മരണയോട് കൂടിയിട്ട് മുന്നോട്ട് പോയപ്പോഴാണ് തന്റെ ലക്ഷ്യത്തിലേക്ക് എത്തിയത്. ഇവിടെ നമ്മൾ ഓരോരുത്തരും ഹനുമാന്മാരാണെന്ന് സങ്കല്പിക്കുക. നമ്മുടെയൊക്കെ ഉള്ളിൽ ആരും കൂടെ വേണം? ജാമ്പവാനും കൂടെ വേണം. ഞാൻ എന്താണ് എന്ന തിരിച്ചറിവ്, ഞാൻ എന്തിന് ഈ ഭൂമിയിൽ ജനിച്ചു എന്ന തിരിച്ചറിവ്, എന്റെ ദൗത്യം എന്താണെന്ന് തിരിച്ചറിവ്, എന്റെ ലക്ഷ്യം എന്താണെന്ന് തിരിച്ചറിവ്, അതുണ്ടാക്കിയെടുക്കാൻ പാകത്തിനുള്ള ജാമ്പവാന്മാർ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. അതല്ലെങ്കിൽ ഗുരുസങ്കല്പത്തിലൂടെ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അവിടെയാണ് ഗുരുവിന്റെ ആവശ്യം എന്ന് പറയുന്നത്. അവിടെയാണ് ഗുരുവിന്റെ ആവശ്യം. ഗുരുക്കന്മാരൊക്കെ ജാമ്പവാന്മാരാണ്. ഓരോ വ്യക്തിയുടെയും ഉള്ളിലുള്ള കഴിവിനെ ഉദ്ധരിച്ച് അവരെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നതാണ് ഗുരുക്കന്മാർ. ഇവിടെ ആഞ്ജനേയ സ്വാമിക്ക് യഥാർത്ഥത്തിൽ ഇവിടെ ജാമ്പവാൻ ആരായിരുന്നു? ഗുരുവായിട്ട് മാറി ആ സമയത്ത്. മനസ്സിലാവുന്നല്ലോ പറയുന്നത്. അങ്ങനെ ഹനുമാൻ സ്വാമിയുടെ ഈ ഒരു സമയത്ത് നാം ഉൾക്കൊള്ളേണ്ടുന്ന വിഷയം, ഉൾക്കൊള്ളേണ്ടുന്ന തത്വം, നമ്മളെല്ലാം പലപ്പോഴായിട്ട് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പല 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 ജീവിതത്തിലെ ദുഃഖങ്ങളും ദുരിതങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും വരുന്ന സമയത്ത് അമ്പയെ തകർന്ന് എനിക്കിനി മുന്നോട്ട് ജീവിതമില്ല എന്ന് ദുഃഖിച്ചിരിക്കുമ്പോ അവിടെ ഓർക്കുക, നമ്മുടെ ലക്ഷ്യം അതല്ല, നമ്മുടെ ദൗത്യം അതല്ല. ലോകത്ത് എത്രയോ 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 സ്ഥലങ്ങളും എത്രയോ നാടുകളും എത്രയോ ഗ്രാമങ്ങളും എത്രയോ വീടുകളും എത്രയോ അച്ഛനും എത്രയോ അമ്മയും ഉണ്ടായിട്ടും ഇന്ന നാട്ടിൽ ഇന്ന അച്ഛന്റെ ഇന്ന അമ്മയുടെ ഇന്ന മകനായിട്ടോ മകളായിട്ടോ ഇന്ന ദേശത്ത് നമ്മൾ ജനിക്കണമെങ്കിൽ അതിന്റെ കാരണം ഉണ്ടാവുകയില്ലേ? ഉണ്ടോ ഇല്ലയോ? ആലോചിച്ച് നോക്കുക. ആ കാരണം നമ്മളെ ഇന്ന ദേശത്ത് ജനിക്കാനുള്ള അവകാശവും അധികാരവും തന്നിട്ടുണ്ട് എങ്കിൽ നമുക്കെന്തോ ദൗത്യം അവിടെ ചെയ്തു തീർക്കാനുണ്ട്. നമുക്കൊരു ജന്മലക്ഷ്യമുണ്ട്. ആ ജന്മലക്ഷ്യത്തെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഉപാധികൾ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഒരു പ്രശ്നമുണ്ടായപ്പോഴാണ്, സീതാദേവിയെ രാവണൻ അപഹരിച്ചു എന്നുള്ള പ്രശ്നമുണ്ടായപ്പോഴാണ് രാമന് തന്റെ അവതാര ലക്ഷ്യം നിറവേറ്റാനുള്ള സാഹചര്യം ഒരുങ്ങിയത്. ശരിയോ തെറ്റോ? ആണോ അല്ലയോ? നമ്മളൊക്കെ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോഴേക്കും അല്ലേ പോയിട്ട് ആത്മഹത്യ ചെയ്യും. ഇന്ന് കേരളത്തില് പഠനങ്ങൾ തെളിയിക്കുന്നത് യുവാക്കളാണ് ഏറ്റവും കൂടുതൽ ആത്മഹത്യ ചെയ്യുന്നത് എന്നാണ്. യുവാക്കളാണ്. കാരണം ലക്ഷ്യബോധമില്ലാത്ത തലമുറയായിട്ട് യുവാക്കൾ മാറിയിരിക്കുന്നു. ദിശാബോധം കൊടുക്കേണ്ടത് ജാമ്പവാന്മാർ നമ്മുടെ ഇടയിൽ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. അവിടെയാണ് ഇതുപോലെയുള്ള ഗ്രന്ഥങ്ങളും ഇതുപോലെയുള്ള തത്വങ്ങളും നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓരോ വ്യക്തിക്കും ഇന്ന സ്ഥലത്ത് ഇന്ന രീതിയിൽ ഇന്ന വീട്ടിൽ ഇന്ന താലൂക്കിൽ ഇന്ന പഞ്ചായത്തിൽ ഇന്ന അച്ഛന്റെ ഇന്ന അമ്മയുടെ ഇന്ന വീട്ടിൽ മകനോ മകളോ ആയിട്ട് ജനിച്ചിട്ടുണ്ട് എങ്കിൽ, ഇന്ന ജോലി ചെയ്യുന്നുണ്ട് എങ്കിൽ, ഇന്ന ദുഃഖം അനുഭവിക്കുന്നുണ്ടെങ്കിൽ, ഇന്ന കർമ്മഗതി നമ്മൾ അനുഭവിക്കുന്നുണ്ട് എങ്കിൽ ഉറപ്പിച്ചുകൊള്ളൂ, നമുക്ക് ജീവിത ലക്ഷ്യത്തിലേക്ക് വേണ്ടിയിട്ടുള്ള പടികളാണ് അത് എന്ന്. സീതാദേവി നോക്കൂ, നമുക്കറിയാം രാമായണത്തിൽ രാമനാണ് കാട്ടിൽ പോകാൻ വേണ്ടി വിധിക്കപ്പെട്ടത് അല്ലെ? രാമനോടല്ലേ 14 വർഷം പോകാൻ പറഞ്ഞത്? എന്തിനാ സീതമ്മ പോയത്? രാമന്റെ അവതാര ലക്ഷ്യം നിറവേറ്റാനുള്ള ഉപാധിയാണ്. കാരണം രാമൻ വനവാസത്തിന് പോകുന്നതിന് തലേ ദിവസം നാരദര്, അധ്യാത്മരാമായണത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് പറയുന്നത്, ശ്രദ്ധിക്കണം. നാരദര് രാമനോട് വന്നിട്ട് പറയുന്നുണ്ട്, നീ ഇങ്ങനെ സുഖിച്ച് നടക്കണ്ട, രാജകൊട്ടാരത്തിലെ കുമാരനായപ്പോ നിന്റെ അവതാര ലക്ഷ്യം നീ മറന്നു പോകരുത് എന്ന് പറയുമ്പോ രാമൻ പറയുന്നു, നാളെ പുലർകാലെ പോകുന്നതുണ്ട്, ഞാൻ നാളെ തന്നെ ഞാൻ വനത്തിന് പോകുമെന്ന് രാമൻ പറയുന്നു. അതിന്റെ പിറ്റേ ദിവസമായി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നതേ. ആരാ പ്രശ്നം ഉണ്ടാക്കിയത്? മന്ധര. എന്താ മന്ധര പറഞ്ഞത്? പണ്ട് 2 വരമൊക്കെ കൊടുത്തിട്ടുണ്ട് ഇല്ലേ? നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞ ഏഷണി പറഞ്ഞു. മന്ത്രയെ കുറ്റപ്പെടുത്തണ്ട. കാരണം എന്താ? ആ ഏഷണിയിൽ നിന്നാണ് രാമൻ തന്റെ അവതാര ലക്ഷ്യം നിറവേറ്റാൻ വേണ്ടിയിട്ടുള്ള വനയാത്രയ്ക്ക് തയ്യാറായത്. ശരിയോ തെറ്റോ? അപ്പൊ ഒരു കാര്യം ഞാൻ നമുക്ക് ഏഷണി പറയാം അല്ലെ? സ്വാമി പറഞ്ഞിട്ടുണ്ട് ഏഷണി പറയുന്നത് തെറ്റല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എടുക്കരുത്. എന്തായാലും രാവനോട് കാട്ടിൽ പോകാൻ വേണ്ടി പറഞ്ഞ സമയത്ത് സീതമ്മ കൂടെ പോയി. സീതമ്മ കൂടെ പോയില്ലായിരുന്നുവെങ്കിൽ രാവണൻ സീതയെ അപഹരിക്കുമോ? രാവണൻ സീതയെ അപഹരിക്കാതെ രാവണനെ വധിക്കാനുള്ള നിയമം രാമന് ലഭിക്കുമോ? ആലോചിക്കുക. ഇവിടെയും സീതാദേവിയെ കടലിനക്കരെ കൊണ്ടുവച്ചു എന്നുള്ളത് കൊണ്ട്, സീതാദേവിയെ കാണുവാൻ വേണ്ടി സാധിക്കുകയില്ല എന്ന് ചിന്തിച്ചത് കൊണ്ട്, അത്തരത്തിൽ ദുഃഖിച്ച്
ഇരിക്കുന്ന സമയത്താണ് ആഞ്ജനേയ സ്വാമിക്ക് ജാംബവാൻ ഉപദേശം കൊടുക്കുന്നത്. ആണല്ലയോ? നോക്കൂ, ഇവിടെ പുറകിലിരിക്കുന്ന ഗീതാ സന്ദേശത്തിൽ എന്താ പറയണത്? തേർത്തട്ടിൽ തളർന്നിരുന്ന അർജുനനോടാണ് ശ്രീകൃഷ്ണൻ ഉപദേശിച്ചത്. നമ്മുടെ ഒരു ദേവന്മാരും സന്തോഷം മാത്രമായിട്ട് ജീവിച്ചിട്ടില്ല. ഉണ്ടോ? രാമനെ നമുക്കറിയാം, 14 വർഷം കാട്ടിലായിരുന്നു. എന്തെല്ലാം ദുഃഖങ്ങൾ ദുരിതങ്ങൾ കാണിച്ചു. കൃഷ്ണനോ ജനിച്ച സമയം എവിടെയാ? ജനിച്ചതെവിടെയാ? കാരാഗൃഹത്തില്. പിന്നെയോ രാത്രി നാട് കടത്തി പെരുമഴയത്ത്. അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴോ അവിടെയുള്ള ആളുകൾ അക്രൂരൻ ബക്രൂരൻ ആരൊക്കെയാണ് ഉപദ്രവിച്ചത്? ശരിയാണോ? ആലോചിച്ച് നോക്കൂ. അങ്ങനെ ആ ഉപദ്രവങ്ങളെല്ലാം കഴിഞ്ഞ് യൗവന സമയമായപ്പോൾ മഹാഭാരത യുദ്ധം. ശരിയോ തെറ്റോ? ഇതെല്ലാം നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മളൊരു ദുഃഖം കാണുമ്പോഴേക്കും ആത്മഹത്യ ചെയ്യേണ്ടവരല്ല, മറിച്ച് അതിനെ മറികടക്കാനുള്ള പാഠങ്ങളാണ് ഇതൊക്കെ നൽകുന്നത്. അതാണ് ഇവിടെ ആഞ്ജനേയ സ്വാമി ആ സമുദ്രത്തെ സാഗരത്തെ മറികടക്കാൻ വേണ്ടിയിട്ട് തയ്യാറാണെന്ന് പറഞ്ഞത് ഉള്ളിലിരുന്നു കൊണ്ട് ജാംബവാൻ ഉപദേശിച്ചപ്പോഴാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാളെ ദുഃഖങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുന്ന സമയത്ത് ഒന്ന് ഓർത്തു നോക്കുക, ആഞ്ജനേയ സ്വാമിക്ക് ഉപദേശം കൊടുത്തതുപോലെ ഒരു ജാംബവാൻ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. ആ ജാംബവാൻ പറയും, നിന്റെ ലക്ഷ്യം അതല്ല, നീ ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഈ ഭൂമിയിലേക്ക് വന്നത്. നിനക്ക് വലിയ 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 കർത്തവ്യങ്ങൾ ചെയ്യാനുണ്ട്, കടമകളുണ്ട്. ഈ ബോധ്യം നമുക്ക് ഉണ്ടാക്കി തരുന്നൊരു ഭാഗമാണ് കിഷ്കിന്ധാകാണ്ഡത്തിന്റെ അവസാന ഭാഗത്ത് ജാംബവാൻ ഉപദേശിക്കുന്നത്. ആ ഉപദേശം കേട്ട മാത്രയിൽ ആഞ്ജനേയ സ്വാമി സിംഹനാഥം മുഴക്കിക്കൊണ്ട് പറഞ്ഞു, ഞാൻ തയ്യാറാണ്. എന്നിട്ടെന്താ പറയുന്നത്? രാവണനെ ഞാൻ കൊണ്ടുവരും, അല്ലെ, ലങ്കാനഗരത്തെ കൊണ്ടുവരുന്നതൊക്കെ ചെയ്യും, എന്റെ മിടുക്കല്ല. എന്താ പറയുന്നത്? എന്റെ കയ്യിൽ ശ്രീരാമന്റെ അങ്കുലീയമുണ്ട്. അവിടെയാണ് നമ്മൾ രണ്ടാമത്തെ പാഠം പഠിക്കേണ്ടത്. ആഞ്ജനേയ സ്വാമി അഹങ്കരിച്ചുകൊണ്ട് വേണമെങ്കിൽ നീ നമ്മളാണെ പറയൂലേ, ആ പണ്ട് ഞാൻ 500 യോജനയൊക്കെ ചാടിയതാ, അതുകൊണ്ട് ഇത് 100 യോജനയുള്ളൂ, ഞാൻ ഇപ്പൊ പോയിട്ട് ചാടിയിട്ട് വരാം. നമ്മളാണെങ്കിൽ അങ്ങനെ പറയും. ഹനുമാൻ സ്വാമി എന്താ പറഞ്ഞത്? രാമന്റെ അങ്കുലീയം എന്റെ കയ്യിലുള്ളത് കൊണ്ട് ഞാനല്ല പോകുന്നത്, ആ ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിന്റെ സങ്കല്പത്തിനാണ് പോകുന്നത് എന്നതുകൊണ്ട് എനിക്ക് അപകടം കൂടാതെ ഞാൻ അതുമായിട്ട് അല്ലെങ്കിൽ അവിടെ പോയി എന്റെ ദൗത്യം നിറവേറ്റിയിട്ട് വരും എന്ന് ആഞ്ജനേയ സ്വാമി പറയുമ്പോ നമ്മൾ പഠിക്കേണ്ടത് എല്ലാം ഏത് കർമ്മമായിക്കൊള്ളട്ടെ അത് ഈശ്വരനിൽ സങ്കല്പിച്ചുകൊണ്ട്, ഈശ്വരനിൽ സമർപ്പിച്ചുകൊണ്ട്, അഹങ്കാരമില്ലാതെ, എല്ലാം അവിടുത്തെ സങ്കല്പമാണ്, അവിടുത്തെ ചിന്തയാണ്, അവിടുത്തെ കഴിവാണ്, അവിടുത്തെ ആ ഒരു അനുഗ്രഹം കൊണ്ടാണെന്നുള്ള ബോധ്യത്തോടുകൂടി ഏത് കാര്യവും നിറവേറ്റണമെന്നാണ് ആഞ്ജനേയ സ്വാമി നമ്മളെ പഠിപ്പിച്ചത്. മനസ്സിലായോ? അതിനുശേഷം ആഞ്ജനേയ സ്വാമി പറയുന്നു, സീതാദേവിയെ കൊണ്ടുവരുന്നെല്ലാം പറഞ്ഞപ്പോ ജാംബവാൻ പറയുകയാണ്, അല്ലയോ ആഞ്ജനേയ, നീ 11 മുതലണ്ട. ദേവിയെ കൊണ്ടുവരാൻ ആര് വരും? ശ്രീരാമൻ വരും. നിന്റെ പണിയല്ലാതെ. നീ എന്ത് ചെയ്യണം? നിന്നെ ഏൽപ്പിച്ച പണി എന്താ? ദേവിയെ കണ്ടിട്ട് ആ വിവരം ഇവിടെ അറിയിക്കുക. ജാംബവാൻ പറയുന്ന വാക്ക് ശ്രദ്ധിക്കണം. വിഘ്നം വരായിക, നിനക്കൊരു തടസ്സവും വരാതിരിക്കട്ടെ, കല്യാണം ഭവിക്കാം, നിനക്ക് മംഗളം വരട്ടെ. മാരുതദേവനുണ്ട് അരികെ, തവ ശ്രീരാമകാര്യാർത്ഥമായല്ലോ പോകുന്നു. നിന്റെ അരികിൽ ആരുണ്ട്? മാരുതദേവനുണ്ട്, വായുദേവനുണ്ട്, നിന്റെ അച്ഛനുണ്ട്. ആരുടെ കാര്യത്തിലാണ് പോകുന്നത്? ശ്രീരാമകാര്യാർത്ഥമായല്ലോ പോകുന്നു. ഈ 2 കാര്യവും നമ്മൾ ഓർത്തു വെക്കണം. സുന്ദരകാണ്ഡത്തിൽ പറയുന്ന സമയത്ത് ഇത് ഓർക്കേണ്ടതായിട്ടുണ്ട്. അല്ലയോ ആഞ്ജനേയ, നിനക്കൊരു തടസ്സവും വരികയില്ല. കാരണം എന്താ? മാരുതദേവൻ നിന്റെ അരികിലുണ്ട്, നിന്റെ അച്ഛൻ നിന്റെ കൂടെയുണ്ട്. മാത്രവുമല്ല, നീ ആരുടെ കാര്യത്തിലാണ് പോകുന്നത്? സാക്ഷാൽ ശ്രീരാമസ്വാമിയുടെ കാര്യത്തിന് വേണ്ടിയാണല്ലോ പോകുന്നത് എന്ന് പറയുമ്പോ ആഞ്ജനേയൻ മഹേന്ദ്ര പർവ്വതത്തിന്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് നഗാരിയെ പോലെ, സിംഹത്തെ പോലെ വിളങ്ങി, സിംഹമെന്നും ഗരുഡനെന്നും 2 അർത്ഥമുണ്ട്, എന്തായാലും സിംഹത്തെ പോലെയോ ഗരുഡനെ പോലെയോ വിളങ്ങിക്കൊണ്ട് ആ മഹേന്ദ്ര പർവ്വതത്തിന്റെ മുകളിൽ കയറി നിന്നു, ചാടാൻ തയ്യാറായിട്ട് നിന്നു. അവിടെയാണ് ഏത് കണ്ടെത്തിയിരുന്നത്? കിഷ്കിന്ധാകാന്ഡം അവസാനിക്കുന്നത്. പിന്നീടാണ് സുന്ദരകാന്ഡത്തിലേക്ക് പ്രവേശിക്കുന്നത്. ആ സുന്ദരകാന്ഡത്തിൽ ഹനുമാൻ സ്വാമി ഈ ഉപദേശങ്ങളെല്ലാം, ജാംബവാന്റെ ഉപദേശങ്ങളെല്ലാം കേട്ടതിനു ശേഷം അവിടെയുള്ള വാനര സൈന്യത്തോട് തന്റെ ദൗത്യത്തെക്കുറിച്ച് പറയുന്നു. മമ ജനക സദൃശൻ അഹമതിജബല മമ്പരെ മാനേന പോകുന്നു. അതായത് ഞാൻ ആകാശത്തുകൂടി സീതാദേവിയെ സന്ദർശിക്കുന്നതിന് വേണ്ടി, ഈ ഒരു സാഹസത്തിന് വേണ്ടിയിട്ട് മുതിരുകയാണ്, രാമപത്നിയെ കാണുന്നതിന് വേണ്ടിയിട്ട് തയ്യാറാവുകയാണ്.
അതില് ആഞ്ജനേയ സ്വാമി പറഞ്ഞൊരു വാക്കുണ്ട്, പ്രണതജല ബഹുജന മരണഹരനാമകം പ്രാണപ്രയാണ കാലേ നിരൂപിപ്പവൻ. അതായത് ഈ പ്രപഞ്ചത്തിലെ ദുഃഖവും ദുരിതവും മാറുന്നതിന് വേണ്ടിയിട്ട് രാമനാമമാണ് എല്ലാവരും ജപിക്കാറുള്ളത്. അവരെയൊക്കെ ഈ സംസാര സാഗരത്തിൽ നിന്ന് മറുകരയിൽ എത്തിക്കുന്നത് രാമനാമമാണ്. അങ്ങനെ പറയുന്നു, ഈ പ്രപഞ്ചത്തിലെ എല്ലാവരുടെയും സംസാര സാഗരത്തിൽ നിന്ന് മറികടക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മന്ത്രമത്രേ ഏത്? രാമമന്ത്രം. അങ്ങനെയെങ്കിൽ അങ്ങനെ പറയുന്ന ആലോചിച്ച് നോക്കണം. അങ്ങനെയെങ്കിൽ ഈ സാഗരത്തെ മറികടക്കുവാൻ വേണ്ടിയിട്ട് എനിക്ക് സാധിക്കും. കാരണം എന്താ? ഞാൻ ആ രാമന്റെ ദൂതനാണ്, ദാസനാണ്. ആലോചിച്ച് നോക്കൂ, ആഞ്ജനേയ സ്വാമിയുടെ ഒരു ചിന്ത ആലോചിച്ച് നോക്കൂ. ഈ പ്രപഞ്ചത്തിലെ സംസാര സാഗരത്തിൽ നിന്ന് ഓരോ വ്യക്തിയെയും മറുകരയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് രാമനാമത്തിന് കഴിയുമെങ്കിൽ ആ രാമന്റെ ദാസനായിട്ടുള്ള ദൂതനായിട്ടുള്ള എനിക്ക്, കാരണം ഞാൻ എന്ത് കാര്യത്തിലാണ് പോണത്? രാമകാര്യത്തിലാണ് പോണത്, രാമന്റെ ദൂതുമായിട്ടാണ് പോകുന്നത്. ആ രാമന്റെ ദൂതുമായിട്ട് പോകുന്ന എനിക്ക് ഈ സാഗരത്തെ മറികടക്കുവാൻ വേണ്ടിയിട്ട് നിഷ്പ്രയാസം സാധിക്കും. നോക്കൂ, നേരത്തെ ജാമ്പവാൻ പറഞ്ഞപ്പോൾ തന്റെ കഴിവിനെ കുറിച്ച് മനസ്സിലാക്കിയ ആഞ്ജനേയ സ്വാമി അതൊന്നുകൂടി അരക്കിട്ട് ഉറപ്പിക്കുക. നമ്മൾ ചെയ്യാറുണ്ടോ? ആരെങ്കിലും പറയുമ്പോൾ നമ്മളോ പറ്റുന്നൊക്കെ പറയും കേട്ടോ, പിന്നെ ഒന്ന് ഡൗണാവും അല്ലേ? ഇവിടെ ആഞ്ജനേയ സ്വാമി പറയുന്നു, ആ കേട്ടതൊക്കെ ശരി, പക്ഷെ ഞാൻ എന്നെ തന്നെ ഉറപ്പിക്കുന്നു എന്ന ചിന്തയിലാണ് ആഞ്ജനേയ സ്വാമി പറയുന്നത്. എന്നിട്ട് അതിന്റെ കൂടെ പറയുന്നു, തദനു മമഹൃതി സപതി രഘുപതിരനാരദം തസ്യാങ്കുലീയവുമുണ്ട് ശിരസിനെ. അതിനെ ഉറപ്പിക്കുന്നു. ഞാൻ ഉറപ്പിക്കാൻ കാരണം എന്റെ അച്ഛൻ വായുദേവൻ എന്റെ കൂടെയുണ്ട്, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ശ്രീരാമൻ നൽകിയിരിക്കുന്ന അങ്കുലീയം എന്റെ ശിരസിൽ ഞാൻ വെച്ചിട്ടുണ്ട്. ശ്രീരാമൻ നൽകിയ അങ്കുലീയം എന്റെ ശിരസിലുമുണ്ട്. ആ മാതാവിന്റെ അല്ലെങ്കിൽ പിതാവിന്റെ സംരക്ഷണത്തോടു കൂടിയിട്ട് ഗുരുവായിരിക്കുന്ന രാമനെ, അതുകൊണ്ട് ശിരസ് എന്ന് പറയാൻ കാരണം ഗുരുവിന്റെ സ്ഥാനമാണ് ശിരസ്. ഇവിടെ ഗുരുവായിരിക്കുന്ന രാമന്റെ കാര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ തയ്യാറായിട്ട് പോകുമ്പോൾ എനിക്ക് ദുഃഖത്തിന് ഇടയില്ല. അതുകൊണ്ട് ആഞ്ജനേയൻ തന്റെ കൂടെയുള്ള വാരന്മാരോട് പറയുന്നു, കിമപി നഹി ഭയമുദതി സപതി തരുതും നിങ്ങൾ കീശപ്രവരരെ ഏതിയായതുമേ. അല്ലയോ വാരവീരന്മാരെ, നിങ്ങൾ ദുഃഖിക്കരുത്, നിങ്ങൾ വിഷമിക്കേണ്ട. കാരണം ഞാൻ രാമകാര്യത്തിനാണ് പോകുന്നത്. ആ രാമകാര്യത്തിന് പോകുന്ന സമയത്ത് രാമൻ നൽകിയിരിക്കുന്ന അങ്കുലീയം എന്റെ കയ്യിലുണ്ട്. എന്റെ അച്ഛന്റെ അനുഗ്രഹം, വായുദേവന്റെ അനുഗ്രഹം എനിക്കുണ്ട്. മാത്രവുമല്ല, ഈ പ്രപഞ്ചത്തിലെ സകല ജീവരാശികളുടെയും സംസാര സാഗരത്തിന് മറുകര കാണിക്കുന്ന രാമമന്ത്രമാണ്. ആ രാമന്റെ ദൂതനായിട്ടാണ് ഞാൻ പോകുന്നത്. അതുകൊണ്ട് എനിക്ക് ഭയമില്ല, ദുഃഖമില്ല, നിങ്ങളും ദുഃഖിക്കരുത്, ഞാൻ ഈ കാര്യം നിർവഹിച്ചിട്ട് വരും എന്ന് പറയുന്നു. അത് പറഞ്ഞിട്ട് ആഞ്ജനേയ സ്വാമി രാമായണത്തിൽ പറയുന്നത്, വാലും നിജമേറ്റം ഉയർത്തി പരത്തി. നിങ്ങൾ ആ ഭാവം ഒന്ന് ആലോചിച്ച് നോക്കുക. മഹേന്ദ്ര പർവ്വതത്തിന്റെ മുകളിൽ വാലും നിജമേറ്റം ഉയർത്തി, വാലുയർത്തി കരങ്ങളും, വാലുയർത്തി കരങ്ങൾ രണ്ടും ഉയർത്തി. എന്നിട്ടോ അതിവിപുല ഗളതലവും, നീണ്ടിട്ടുള്ള കഴുത്ത് അല്ലെങ്കിൽ വിപുലമായിട്ടുള്ള കഴുത്ത് ആർജവമാക്കി തയ്യാറാക്കി നിർത്തി. ആകുഞ്ചിതാംഗ്രിയായി ഊർധ്വനയനായി, കണ്ണുകളൊക്കെ മുകളിലേക്ക് ധ്യാനഭാവത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് മനസ്സുകൊണ്ട്, അടുത്തവർ ശ്രദ്ധിക്കണം, ദശവതന പുരിയിൽ നിജ ഹൃദയവും ഉറപ്പിച്ച് ദക്ഷിണ ദിക്കും ആലോക്യ ചാടിയിടിനാൻ. നമ്മളൊക്കെ നമ്മുടെ കുട്ടികളോട് പറഞ്ഞു കൊടുക്കേണ്ട ഒരു വരിയാണിത്. ദശവതനപുരിയിൽ നിജ ഹൃദയവും ഉറപ്പിച്ച് ദക്ഷിണ ദിക്കും ആലോക്യ ചാടിയിടിനാൻ. ദശവതനപുരി എവിടെയാണ്? ദശവതനപുരി ശ്രീലങ്ക. ആ ലങ്കയിൽ നിജ ഹൃദയവും ഉറപ്പിച്ചു. നമ്മൾ അദ്ദേഹത്തിന്റെ ആഞ്ജനേയ സ്വാമിയുടെ ഹൃദയം എവിടെ ഉറപ്പിച്ചു? മനസ്സെവിടെ ഉറപ്പിച്ചു? ലങ്കയിലെത്തി എന്ന് ഉറപ്പിച്ചു. എന്നിട്ട് ദക്ഷിണ ദിക്കിലേക്ക് ചാടി. നമ്മൾ ഇന്നത്തെ പുതിയ തലമുറ ഏതെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പറഞ്ഞാൽ ആദ്യം തന്നെ പറ്റുമോ, എനിക്ക് പറ്റില്ല അല്ലേ? പുതിയ തലമുറ മാത്രമൊന്നുമല്ല, പഴയ തലമുറയും ഇടത്തരം തലമുറയും ഒക്കെ അങ്ങനെയാണല്ലോ. ഇവിടെ ആഞ്ജനേയ സ്വാമി നമ്മളെ പഠിപ്പിക്കുന്നു, നാം ഒരു ദൗത്യത്തിലേക്ക് ഇറങ്ങുകയാണ് എങ്കിൽ ആദ്യം മനസ്സുകൊണ്ട് അത് ചെയ്തതായിട്ട് സങ്കല്പിക്കണം. മനസ്സവിടെ ഉറപ്പിക്കണം. എനിക്കത് സാധിക്കുമെന്ന് ഉറപ്പിക്കണം. അതുകൊണ്ട് ആഞ്ജനേയ സ്വാമിയോട് പഠിപ്പിച്ചത് മഹേന്ദ്ര പർവ്വതത്തിന്റെ മുകളിൽ നിന്നുകൊണ്ട് കൈ ഉയർത്തി വാലുയർത്തി
കണ്ണുകൾ ഊർധ്വനയനത്തിലേക്ക് ആക്കിയതിനു ശേഷം മനസ്സുകൊണ്ട് ഉറപ്പിച്ചു, ഞാൻ അവിടെ എത്തി. പിന്നെ സംശയത്തിനിടയില്ല, അവിടെ എത്തി എന്നങ്ങോട്ട് ഉറപ്പിച്ചു. എന്നിട്ടാണ് ചാടുന്നത്. നമ്മുടെ മക്കളോട്, പുതിയ തലമുറയിലെ കുഞ്ഞുങ്ങളൊക്കെ ഇന്ന് ഏറ്റവും കൂടുതൽ, ഒരുപക്ഷെ നിങ്ങളൊക്കെ രക്ഷിതാക്കളായിരിക്കും, നിങ്ങളുടെയൊക്കെ മക്കൾ ഒരുപക്ഷെ പറയുന്നത് ടെൻഷൻ അല്ലേ. പഠിക്കുന്ന സമയത്ത് ടെൻഷനാണ്, മാർക്കില്ല, പരീക്ഷയ്ക്ക് അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഒരുപാട് ടെൻഷൻ പറയാം. നോക്കൂ, ആഞ്ജനേയ സ്വാമിയെ നമ്മൾ സവിസ്തരം പഠിച്ചാൽ ആ കുഞ്ഞുങ്ങളുടെയൊക്കെ റോൾ മോഡലായിട്ട് ആഞ്ജനേയനെ മാറ്റിയെടുക്കാൻ പറ്റും. കാരണം എന്താണോ നമുക്ക് മുമ്പിലുള്ള ലക്ഷ്യം, ആ ലക്ഷ്യം മാത്രമാണ് ആഞ്ജനേയ സ്വാമിയുടെ മുമ്പിലുള്ളത്. അതുകൊണ്ടാണ് പറഞ്ഞത്, നിജഹൃദയവും ലങ്കയിൽ ഉറപ്പിച്ചു, എനിക്കത് സാധിച്ചു എന്നങ്ങോട്ട് മനസ്സിനെ ആദ്യം ചിട്ടപ്പെടുത്തിയിട്ട് അതിനു വേണ്ടിയിട്ടുള്ള പദ്ധതികളിലേക്കാണ് ആഞ്ജനേയൻ മുന്നോട്ട് പോയിട്ടുള്ളത്. ലക്ഷ്യമുറപ്പിക്കുക. അങ്ങനെയല്ലേ പണ്ട് നമ്മൾ പറയാറുള്ളത്? ലക്ഷ്യമുറപ്പിച്ചിട്ടല്ലേ അങ്ങോട്ട് പോകേണ്ടത്. ഇവിടുന്ന് ഇപ്പോൾ കോഴിക്കോടേക്ക് എനിക്ക് പോകണമെന്നുണ്ടെങ്കിൽ ബസ് സ്റ്റാൻഡിലെത്തി കോഴിക്കോട് ബോർഡ് വെച്ച ബസ്സിൽ കയറല്ലേ എത്തുള്ളൂ. ലക്ഷ്യമുറപ്പിച്ചാലേ പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഏതെങ്കിലും വണ്ടിയിലല്ലേ കയറേണ്ടി വരിക? ആണോ അല്ലയോ? ഇവിടെ ആഞ്ജനേയൻ ഉറപ്പിച്ചു, എനിക്ക് എത്തേണ്ടത് ലങ്കയിലാണ്, ദശവദനപുരിയിലാണ്. അതങ്ങനെ ഉറപ്പിച്ചു, ഞാൻ അവിടെ എത്തിയതങ്ങനെ ഉറപ്പിച്ചു. എന്നിട്ടാ ചാടുന്നത്. ഇന്നത്തെ കുട്ടികൾക്ക് ടെൻഷൻ ഉണ്ടാവാൻ കാരണം ഇത് കംപ്ലീറ്റ് ആവോ, അത് കംപ്ലീറ്റ് ആവോ, എത്തുവോ ഇല്ലയോ വലിയ ചിന്തയാണ്. അവിടെയാണ് ആഞ്ജനേയ സ്വാമി പഠിപ്പിച്ച ഈ ഒരു കാര്യത്തെ, നിജഹൃദയവും ലങ്കയിൽ ഉറപ്പിച്ചു എന്നുള്ള ഭാഗത്തെ നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. അങ്ങനെ ആ ദക്ഷിണ ദിക്കിലേക്ക് നോക്കിയിട്ട് ആഞ്ജനേയ സ്വാമി ചാടുന്നു. കടലിനെ, സാഗരത്തെ മറുകരയിലേക്ക് കുതിച്ചു. അങ്ങനെ കുതിച്ച സമയത്ത് ദേവന്മാരൊക്കെ ഒരു പ്ലാൻ ഇട്ടു. ദേവന്മാരെല്ലാവരും കൂടി ആലോചിച്ചു, ശരി, ആഞ്ജനേയൻ എന്തായാലും രാവണവധത്തിന് അല്ലെങ്കിൽ അതിനുള്ള കാരണത്തെ സൃഷ്ടിക്കാൻ, അഥവാ സീതാദേവിയെ സന്ദർശിക്കാൻ രാമകാര്യത്തിന് വേണ്ടി പോയതാണല്ലോ, ഇയാൾക്ക് ഇതിനുള്ള കഴിവുണ്ടോ എന്നൊന്ന് പരീക്ഷിക്കണമല്ലോ എന്ന് ചിന്തിച്ചു. ഇത് നമ്മുടെ നിത്യ ജീവിതവുമായി ബന്ധപ്പെടുത്തി തന്നെ പോകണം. ഇവിടെ എത്ര പേരുണ്ടോ അത്രയും ഹനുമാന്മാരാണെന്ന് മനസ്സിലാക്കുക. ഇവിടെ ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തരുമാണ് ഹനുമാന്മാരെന്ന് മനസ്സിലാക്കുക. അപ്പോഴേ ഇതിന്റെ തത്വം